മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ കോട്ടയം പ്രത്യേകിച്ച് ശ്രീജിത്ത് ഇന്നിപ്പോൾ ദുഃഖവെള്ളിയാണ്. ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ഉള്ള ഒരു മേഖലയാണത്. മാത്രമല്ല ഈ കേരള കോൺഗ്രസിൻ്റെയൊക്കെ ഒരു നിലനിൽപ്പ് തന്നെ ക്രിസ്ത്യൻ വോട്ടുകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ സ്ഥാനാർത്ഥികളൊക്കെ ഇതിൻ്റെ ഭാഗമായി എന്ന് പറയേണ്ടതില്ലല്ലോ അല്ലേ? അഭിലാഷ്, അങ്ങനെയല്ല. കോട്ടയത്ത് അല്പം വ്യത്യസ്തമാണ്. ഇപ്പോൾ ശരണ്യ പറഞ്ഞതുപോലെ അല്ല കോട്ടയത്തെ സാഹചര്യം. അതായത് ക്രൈസ്തവ വോട്ടർമാരെ നേരിട്ട് കാണുക, വോട്ട് തേടുക എന്നുള്ള രീതിയിൽ. കാരണം ഇന്ന് ദുഃഖവെള്ളിയാണ്. ദുഃഖവെള്ളിക്ക് കുറച്ചുകൂടി പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ഒരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുക. ഇപ്പോൾ തോമസ് ചാഴിക്കാടൻ അദ്ദേഹത്തിന്റെ ഇടവക പള്ളിയിൽ അദ്ദേഹത്തിന്റെ ചടങ്ങുകളിൽ പങ്കെടുത്തു. അല്ലാതെ ഓരോ ചടങ്ങിലും ഓരോ പള്ളികളിലും ആൾക്കൂട്ടമുള്ളിടത്തെല്ലാം നടന്ന് വോട്ട് ചോദിക്കുന്ന രീതി ഇന്നുണ്ടാവില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ വിശ്വാസികളെ സംബന്ധിച്ച് അവർ വളരെ വേദനയോടുകൂടി ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ ഇടവക പള്ളിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് UDF സ്ഥാനാർത്ഥി ഉച്ചവരെ ഇവിടെ ഇല്ല. ഉച്ചയ്ക്ക് ശേഷമേ മണ്ഡലത്തിലേക്ക് എത്തുക പോലും ഉള്ളൂ എന്നുള്ളതാണ്. കോട്ടയത്തെ വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ഇന്ന് ഏതാണ്ട് വലിയ രീതിയിൽ ഒരു പൂർണ്ണമായും ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും കാര്യമായി തന്നെ ഉണ്ടാകുക. ജനങ്ങളും അധികം അവധിയുടെ ഒരു ആലസ്യത്തിലും മറ്റും ആയിരിക്കും ഈ ദിവസം. അതുകൊണ്ട് തന്നെ വോട്ട് ചോദിച്ച് ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കൂടുതലായി പോയാൽ അതിന് മറ്റൊരു അർത്ഥം വരും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയൊക്കെ ഉച്ചയ്ക്ക് ശേഷമേ എത്തുകയുള്ളൂ. പക്ഷെ അവർ വിശ്വാസത്തിന്റെ ഭാഗമായി അതാത് പള്ളികളിൽ അവരുടെ ഇടവക ദേവാലയങ്ങളിൽ രാവിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. മറ്റ് തെരഞ്ഞെടുപ്പ് ആലോചനകളും പദ്ധതികളും ഒക്കെ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് വിശ്വാസികൾ കൂടുന്നു എന്നുള്ളത് കൊണ്ട് പള്ളികളിലും എത്തി വോട്ട് ചോദിക്കുന്ന രീതി കോട്ടയത്തില്ല.